നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു PSC പഠിക്കുന്ന ഒരാൾക്ക് വേണ്ട പ്രധാനമായിട്ടുള്ള 7 ശീലങ്ങളാണ്. അപ്പൊ ഇന്ന് മുതൽ തുടങ്ങാം. ഈ ഒരു ശീലങ്ങൾ നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിരിക്കും. ഇല്ലാത്തവരാണെങ്കിൽ ഇന്ന് മുതൽ അത് സ്റ്റാർട്ട് ചെയ്യാം. ചില കാര്യങ്ങൾ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്, PSC പഠിക്കുന്നവർക്ക് മാത്രമല്ല. എന്നാൽ PSC പഠിക്കുന്നവർക്ക് മാത്രമായിട്ട് ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്താൽ അത് അവരുടെ പ്രിപ്പറേഷനെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അത് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനും ബോറടി ഇല്ലാതെ PSC പഠനം കണ്ടിന്യൂ ചെയ്യാനും സാധിക്കും. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ്. വേക്കപ്പ് ഏർലി, അല്ലെങ്കിൽ അതിരാവിലെ തന്നെ എഴുന്നേൽക്കുക എന്നതാണ്. അതിരാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ തന്നെ ഉറങ്ങാനും ശ്രദ്ധിക്കണം. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ സ്ലീപ്പ് ടൈമിംഗ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ PSC പഠിക്കുന്നതായാലും ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കുന്നവരാണെങ്കിലും ഒരുപാട് ഉറക്കമിളയ്ക്കാറുണ്ട്. സത്യത്തിൽ അങ്ങനെ ഉറക്കമൊളിച്ച് പഠിക്കുന്നത് കൊണ്ട് ലോങ് ടൈമിലേക്ക് നമുക്ക് പ്രയോജനപ്പെടുന്നില്ല, അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ നമുക്ക് എഫക്റ്റീവ് ആയിട്ട് നമുക്കത് മെമ്മറിയിൽ വരുന്നില്ല. അപ്പൊ അത് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു ടൈം നമ്മൾ ഉറക്കത്തിനും അതുപോലെ എഴുന്നേൽക്കുന്നതിനും തീരുമാനിക്കുക. രാവിലെയുള്ള ആ ഗോൾഡൻ അവർ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു മണിക്കൂർ നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിക്കണം. അത് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ ഒരു ദിവസം തുടങ്ങുന്നത് എന്തിലാണോ അതുപോലെ ഇരിക്കും നമ്മുടെ ആ ഒരു കംപ്ലീറ്റ് ഡേ എന്ന് പറയുന്നത്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു PSCക്ക് നമ്മൾ ഓൾറെഡി തലേ ദിവസം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഏതെങ്കിലും ടോപ്പിക്ക് നന്നായിട്ട് പഠിക്കുക. ആദ്യത്തെ ആ ഒരു മണിക്കൂർ കൂടിയാൽ അത്രയും നല്ലത്. പക്ഷെ ആ ഒരു മണിക്കൂർ കിട്ടാൻ പാകത്തിന് നമ്മൾ നേരത്തെ എഴുന്നേൽക്കുക. ഫസ്റ്റ് ആ ഡേയിലെ ഫസ്റ്റ് അവർ ഗോൾഡൻ അവർ എന്ന് നമുക്ക് പേരിടാം. ആ ഗോൾഡൻ അവർ എന്തായാലും പ്രയോജനപ്പെടുത്തുക. അതാണ് 2 കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത്. ഇനി മൂന്നാമതായിട്ട് PSC പഠിക്കുന്നവർക്ക് മാത്രമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ PSCയുടെ നിങ്ങൾക്കറിയാം പല എക്സാമുകൾ നടക്കുന്നുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യാത്ത എക്സാമുകളും ഒക്കെ എല്ലാ ദിവസവും തന്നെ നടക്കുന്നുണ്ട് അല്ലേ. അപ്പൊ അതിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രൊവിഷണൽ ആൻസർ കീ സെക്ഷനിൽ PSC അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോയി നോക്കുക. അതിൽ ഏതൊക്കെ ടൈപ്പ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, ഏതൊക്കെ ഏരിയ വന്നിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു വിഭാഗത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ലെങ്കിൽ ആ ഒരു ഏരിയാസ് കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും, ഇങ്ങനെ പുതിയ പുതിയ ചോദ്യങ്ങൾ ഏതൊക്കെ ഏരിയയിൽ നിന്ന് ചോദിക്കുന്നുണ്ട് എന്ന് നമുക്ക് അപ്ഡേറ്റഡ് ആയിരിക്കാൻ അത് സഹായിക്കും. അപ്പൊ നമുക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അതേ സിലബസിലുള്ള എക്സാംസ് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും നോൺ ടെക്നിക്കൽ എക്സാംസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അപ്ലൈ ചെയ്യാത്ത എക്സാം ആണ്, പക്ഷെ ആ ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വന്നു കഴിഞ്ഞാൽ, പ്രൊവിഷണൽ കീ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ തന്നെ അതൊന്ന് എക്സാം പോലെ എഴുതി നോക്കാം. അപ്പൊ അതാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ശീലം. PSC ഏതൊക്കെ എക്സാം നടത്തുന്നോ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അന്ന് തന്നെ നമ്മളത് ചെയ്തിരിക്കും, എക്സാം പോലെ അറ്റൻഡ് ചെയ്തിരിക്കും, അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിച്ചിരിക്കും. ഓരോ ക്വസ്റ്റ്യനും നമുക്ക് അറിയില്ലാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചിട്ടില്ലാത്ത നമ്മുടെ സിലബസിൽ നമ്മൾ ഇതുവരെ കവർ ചെയ്തിട്ടില്ലാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ നോട്ട്സ് ഉണ്ടാക്കണം. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പൊ അതാണ് നമ്മുടെ മൂന്നാമത്തെ ശീലം എന്ന് പറയുന്നത്. നാലാമത്തെ ശീലം എന്ന് പറയുന്നത് നമ്മൾ എന്ത് പഠിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ടൊരു പ്ലാൻ ഉണ്ടായിരിക്കുക എന്നതാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഒരു മന്ത്ലി പ്ലാൻ, അല്ലെങ്കിൽ മന്ത്ലി ഗോൾസ്, അതിനനുസരിച്ച് മന്ത്ലി പ്ലാൻ, വീക്ക്ലി പ്ലാൻ, അതുപോലെ ഡെയിലി പ്ലാൻസ് ആയ ഡെയിലി ടു ഡു ലിസ്റ്റ്, ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത് അത്യാവശ്യമാണ്. അപ്പൊ ഇതൊക്കെ എന്തിനാണ് എഴുതി വെക്കുന്നത്, ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ പോരെ എന്നൊക്കെ തോന്നും. പക്ഷേ എഴുതി വെച്ച് അത് അച്ചീവ് ചെയ്യുന്നവരുടെ ആ ഒരുപാട് പേര്, ഇപ്പം എന്തെങ്കിലും നേടിയിട്ടുള്ളവരൊക്കെ തന്നെ എന്താണ്, ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് അത് എഴുതി വെച്ച് അത് നടപ്പിലാക്കിയിട്ടുള്ളവരാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പ്ലാനിങ് സിസ്റ്റം ഉണ്ടാക്കണം. അപ്പോൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ, പഠിച്ചു തീർക്കേണ്ട കാര്യങ്ങൾ തലേ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് എഴുതി വെക്കുക. അപ്പൊ രാവിലത്തെ നമ്മുടെ ഗോൾഡൻ അവറിൽ നമ്മൾ ആദ്യം തന്നെ തുറക്കുന്നത് അതായിരിക്കും. അപ്പൊ രാവിലത്തെ ആ ഒരു ടൈമിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന ടോപ്പിക് അത് പഠിക്കുക. അതൊക്കെ ആയിരിക്കണം നമ്മുടെ ഒരു ഷെഡ്യൂൾ ബേസിൽ പോകണം. ഇത്രയും കാര്യങ്ങളുണ്ട്, ഞാൻ ഇതൊക്കെ പഠിക്കും എന്ന് മനസ്സിൽ ഓർത്തു കഴിഞ്ഞാൽ മാത്രം കൊണ്ട് നടക്കില്ല. ഓരോ കാര്യത്തിനും ടൈം നമ്മൾ ബ്ലോക്ക് ചെയ്യുക. ഇന്ന സമയത്ത് ഇതാണ് ഞാൻ ചെയ്യുക, അല്ലെങ്കിൽ ഇത്ര ഞാൻ പോർഷൻസ് കവർ ചെയ്യും എന്നുള്ളൊരു തീരുമാനം. അപ്പോൾ പ്ലാൻ ചെയ്യുക, നന്നായി അത് എക്സിക്യൂട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ടു ഡു ലിസ്റ്റിലെ എല്ലാ കാര്യവും ടിക്ക് ചെയ്തു പോകാൻ സാധിക്കണമെന്നില്ല. പക്ഷെ അത് സാരമില്ല, അതൊരു എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എല്ലാ കാര്യങ്ങളും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷെ ആ കംപ്ലീറ്റ് ചെയ്ത
കാര്യങ്ങൾ നമ്മൾ ടിക്കറ്റ് പോകുമ്പോൾ നമുക്കതൊരു വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ് തരുന്നത്. അപ്പൊ അതുപോലെ ഇനി തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ അടുത്ത ദിവസത്തേക്കും കൂടി അത് നീട്ടിവെക്കുക. അപ്പൊ ഇനി ചില കാര്യങ്ങൾ കുറേ ദിവസങ്ങൾ നമുക്ക് ഇരുന്നിട്ടും നമുക്ക് സാധിക്കാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ, ഈ ചെയ്ത് തീർക്കാൻ പറ്റാതെ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ തവണയും മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ നമ്മൾ കണ്ടെത്തണം. നമ്മുടെ മടി കൊണ്ടാണോ, അത് പ്രയാസമുള്ള ജോലി ആയതുകൊണ്ടാണോ, എന്തുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം എല്ലായ്പ്പോഴും മാറ്റി മാറ്റി പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അതിനുള്ള പരിഹാരവും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പൊ പ്ലാനിങ് ആണ് നമ്മുടെ 5ാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു കാര്യം, നമുക്ക് PSCയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. പക്ഷെ മറ്റ് എക്സാമുകളും വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ? അപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ നമ്മളെ ആരെങ്കിലും അറിയിക്കട്ടെ എന്ന് വിചാരിച്ചിരിക്കാതെ നമ്മൾ എപ്പോഴും തന്നെ PSCയുടെ സൈറ്റ് നോക്കുക, നമ്മുടെ പ്രൊഫൈൽ ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ലോഗിൻ ചെയ്ത് നോക്കുക. അപ്പൊ അങ്ങനെ അപ്ഡേറ്റഡ് ആയിരിക്കുക. എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കും. PSC ബുള്ളറ്റിൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ വേർഷൻ സബ്സ്ക്രൈബ് ചെയ്യാം. അത് വരുന്ന സമയത്ത് തന്നെ അത് വായിച്ച് കവർ ചെയ്ത് നോട്ട് ഉണ്ടാക്കാവുന്നതാണ്. കറണ്ട് അഫയേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. ഈ കറണ്ട് അഫയേഴ്സിന്റെ കാര്യം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ശീലമാണ് ന്യൂസ് പേപ്പർ റീഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പം ന്യൂസ് പേപ്പർ റീഡിംഗ് ഒരിക്കലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇപ്പം ന്യൂസ് പേപ്പർ റീഡിംഗ് രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് എപ്പോഴാണോ ആ ഒരു സൗകര്യം വരുന്നത് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ റീഡിംഗ് നിർബന്ധമാക്കുക. അപ്പോൾ പലർക്കും ഉള്ളൊരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ ആ കറണ്ട് അഫയേഴ്സ് ബുക്ക് വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് വീഡിയോസ് കാണുന്നുണ്ട്, അതൊക്കെ ശരിയാണ്. എന്നിരുന്നാൽ പോലും എല്ലാ ദിവസവും ന്യൂസ് പേപ്പർ വായിക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു പ്രത്യേക അവാർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ, പ്രത്യേക എക്സാമിന് പ്രയോജനപ്പെടുന്ന ന്യൂസ് ആണ് എന്ന് കണ്ടാൽ അതിന്റെ നോട്ട് ഉണ്ടാക്കുക. അപ്പൊ അതിന് ശേഷം അപ്പൊ ഈ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ന്യൂസ് പേപ്പറിൽ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ സ്റ്റാറ്റിക് ആയിട്ടുള്ള GK പാർട്ട്, അല്ലെങ്കിൽ അതിന്റെ എന്താണ് അതിന്റെ പുറകിലുള്ള സ്റ്റോറി, അപ്പൊ അതിന്റെ കുറച്ച് സ്റ്റാറ്റിക് കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരിക്കലും ചേഞ്ച് ചെയ്യാത്ത കാര്യങ്ങളാണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനെ പറ്റിയും നമുക്ക് നോട്ട് ഉണ്ടാക്കി വെക്കാം. ഇനി അവസാനമായിട്ട് പറയുന്ന ഒരു കാര്യം, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരും അല്ലേ? അപ്പൊ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് വേറെ ഒരു ഡിസ്ട്രാക്ഷൻ മുതൽ നമ്മൾ ചെയ്യും. പക്ഷെ പഠനം എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആവണമെന്നില്ല. അല്ലെങ്കിൽ തുടങ്ങുന്നവർക്ക് എന്തെങ്കിലും പഠനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ട്രാക്കിലേക്ക് വന്നിട്ടില്ലെങ്കിൽ എപ്പോഴും മറ്റ് ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ മാറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് മാക്സിമം ഡിസ്ട്രാക്ഷൻസ് നമ്മൾ കുറയ്ക്കുക. സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക. അപ്പോൾ നിങ്ങൾ എപ്പോഴും നോട്ടിഫിക്കേഷൻസ് നോക്കുന്ന ആളാണെങ്കിൽ അറിഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ആ ഒരു ആപ്പ് ഡിലീറ്റ് ചെയ്യുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള എപ്പോഴും നോട്ടിഫിക്കേഷൻസ് വന്നിരിക്കുന്ന ആപ്പ് ഡിലീറ്റ് ചെയ്യുകയോ നോട്ടിഫിക്കേഷൻസ് മ്യൂട്ട് ചെയ്യുകയോ സോഷ്യൽ മീഡിയയ്ക്ക് നോക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു പർട്ടിക്കുലർ ടൈം ഫിക്സ് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു പല ന്യൂസുകളും പല കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മെന്റലി നമ്മൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവുകയും അതും നമ്മുടെ പഠനത്തെ ബാധിക്കും. ഇനി മറ്റൊരു കാര്യം, ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ഒരു കാര്യം കൂടി പറയുന്നത്, ഇതുപോലെയുള്ള പല ഡിസ്റ്റർബൻസുകളും നമുക്ക് വരും. നമ്മൾ പല ന്യൂസുകൾ കാണുമ്പോൾ, പലരിൽ നിന്നും പലതും കേൾക്കുമ്പോൾ, മറ്റുള്ളവരിൽ നിന്നും പലരും കേൾക്കുമ്പോൾ ഓക്കെ അതായത് ജോലിയായില്ലേ, അങ്ങനെയുള്ള പല ചോദ്യങ്ങളും എന്തും ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആകുന്നുണ്ട്. അങ്ങനെ പല നെഗറ്റിവിറ്റീസ് നമുക്ക് വരുന്നുണ്ട്. അപ്പൊ എപ്പോഴും നമ്മൾ ആ ഒരു ഡംപ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെഗറ്റീവ് ഡംപിങ് ശീലിക്കുക. നെഗറ്റീവ് ഡംപിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ നെഗറ്റീവ് തോട്ട്സ് വന്നിട്ടുണ്ടോ അതൊന്നും നമ്മുടെ പഠനത്തെയോ നമ്മുടെ പേഴ്സണൽ ലൈഫിനെയോ കരിയറിനെയോ ഒന്നും ബാധിക്കാത്ത തരത്തിൽ നമ്മൾ അതിനെ ഡംപ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അതിന് എന്ത് ചെയ്യാം എന്ന് ഞാൻ പറയാം. അതായത് നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എഴുതുന്നത് ശീലമാക്കുക. ഡയറി എഴുതുന്ന അല്ലെങ്കിൽ ഒരു ജേർണൽ കീപ്പ് ചെയ്യുന്നത് ശീലമാക്കുക. എന്താണ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ബാധിച്ചത് അല്ലെങ്കിൽ എന്താണ് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്ന കാര്യങ്ങൾ അതെല്ലാം അങ്ങ് ലിസ്റ്റ് ചെയ്യുക. എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലുണ്ടോ അതൊക്കെ ലിസ്റ്റ് ചെയ്യുക. അപ്പൊ അത് നമ്മുടെ ആ ഒരു ബ്രെയിനിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മൈൻഡിൽ ഉണ്ടായിരുന്ന ആ ഒരു കാര്യം നമ്മൾ എഴുതി കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു നെഗറ്റീവ് തോട്ട്സ് ഡംപിങ് ചെയ്തിട്ട് നമുക്ക് റിഫ്രഷ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത് എല്ലാ തവണയും ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവുകയാണ്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ മനസ്സിലിട്ടത് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട, നമ്മൾ എഴുതി കഴിഞ്ഞു, അത് കഴിഞ്ഞു എന്ന് തന്നെ വിചാരിക്കുക. എന്നിട്ട് അടുത്ത കാര്യത്തിലേക്ക് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഏതൊരു കാര്യത്തിനാണെങ്കിലും, പഠനത്തിന് മാത്രമല്ല ഏതൊരു കാര്യത്തിനാണെങ്കിലും ഇതെല്ലാം ആപ്ലിക്കബിൾ ആണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ വീഡിയോസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അറിയിക്കാം. താങ്ക് യു.